എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒഴിവു സമയങ്ങളിൽ കുടുംബവുമായി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അങ്ങനെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ വന്നിട്ടുള്ളവർ ക്ഷമിക്കുക, വരാത്തവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതി വീഡിയോയിലേക്ക് കടക്കുന്നു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ കാഴ്ചകളെല്ലാം തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റിയ 3 വ്യൂ പോയിന്റുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്ലൈറ്റ് ലാൻഡിംഗ്, ടേക്ക് ഓഫ്, റൺവേ, അതോടൊപ്പം ട്രെയിനുകളും തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായ അച്ഛനമ്മമാർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ സ്ഥലം കല്ലുംകൂട്ടം വ്യൂ പോയിന്റ്. ഗൂഗിളിൽ കല്ലുംകൂട്ടം വ്യൂ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടും. ഗൂഗിൾ മാപ്പ് ഇട്ട് നിങ്ങൾക്ക് വഴി തെറ്റാതെ ഇവിടെ എത്താം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വ്യൂ പോയിന്റ്. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരക്കൊന്നും കാണാത്തത്. ഈ കല്ലുംകൂട്ടം വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ മഴയും മൂടൽമഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയറായി വീഡിയോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ കുറേ കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും കല്ലുംകൂട്ടം വ്യൂ പോയിന്റ് എന്ന പേര് വന്നത്. വരുന്നവർക്ക് ഈ കല്ലിലിരുന്ന് ഇതുപോലെ കാഴ്ചകളെല്ലാം കാണാം. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. മഴയും മൂടൽമഞ്ഞും ഉള്ളതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ക്ലിയറായി കാണാൻ പറ്റാത്തത്. ഇപ്പോൾ കാണുന്നത് ഒരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ആണ് കേട്ടോ. വൈകിട്ടാവുമ്പോൾ ഇവിടെ അത്യാവശ്യം കാഴ്ചക്കാരെല്ലാവരും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കാണുന്ന ബജ്ജിക്കടയെല്ലാം ഓപ്പൺ ആകും. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എയർപോർട്ടിൻ്റെ രണ്ടാമത്തെ വ്യൂ പോയിന്റിലാണ് കേട്ടോ. ഇവിടെയും ചെറിയ കടകളൊക്കെ ഉണ്ട്. അതായത് എയർപോർട്ടിൻ്റെ നേരെ പുറകുവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കല്ലുംകൂട്ടം വ്യൂ പോയിന്റിൽ നിന്ന് വലതുവശത്തേക്ക് പോകുന്ന റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താം. ഇവിടെ നിന്നാൽ കുറച്ചുകൂടി അടുത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ചെറിയ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് കാണുന്നത്. നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലൈവ് എക്സ്പീരിയൻസും സൗണ്ടും എല്ലാം അനുഭവിക്കാൻ കഴിയുന്നത്. കുട്ടികളെയും വീട്ടിലിരിക്കുന്ന പ്രായമായവരെയെല്ലാം ഇതെല്ലാം കൊണ്ടുപോയി കാണിക്കുന്നേ. അവർക്ക് എന്തോരം സന്തോഷമുണ്ടാകും ഇതൊക്കെ കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. നല്ല പച്ചപ്പായിട്ടും ചെറിയ കൃഷികളൊക്കെ ആയിട്ടും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചുറ്റും പച്ചപ്പാണ് കേട്ടോ. പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നിങ്ങൾ വരേണ്ടത് കല്ലുംകൂട്ടം വ്യൂ പോയിന്റിലും അതുപോലെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എയർപോർട്ടിൻ്റെ പുറകുവശത്തുമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്കാണ്. അതായത് എയർപോർട്ടിൻ്റെ വലതുഭാഗം. മാത്രമല്ല എയർപോർട്ടിൻ്റെ മുൻപിൽ വരുന്നവർക്കും അതുപോലെ തന്നെ കാത്തു നിൽക്കുന്നവർക്കുമെല്ലാം പെട്ടെന്ന് എത്താനും സമയം ചിലവിടാനും പറ്റിയ ഒരു ബെസ്റ്റ് വ്യൂ പോയിന്റാണ് ഇത്. ലാൻഡിങ്ങും ടേക്ക് ഓഫും മാറി മാറി വരാട്ടോ. ഇപ്പോൾ ലാൻഡിംഗ് ഇവിടെ നിന്നും അതുപോലെ തന്നെ ടേക്ക് ഓഫ് കല്ലുംകൂട്ടം വ്യൂ പോയിന്റിൽ നിന്നും കാണാൻ കഴിയും. എങ്കിലും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നുള്ള ലാൻഡിംഗ് കാഴ്ചയാണ്. ഇപ്പോൾ നല്ല മൂടൽമഞ്ഞുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയാത്തത്. ഇപ്പോൾ നിങ്ങൾ കരുതും വിമാനം മാത്രമാണോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതെന്ന്. എന്നാൽ ദാ കണ്ടോളൂ, വിമാനം മാത്രമല്ല ട്രെയിനുകളും നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിയും. വിമാനങ്ങളും ട്രെയിനുകളും റൺവേ ലൈറ്റുകളുമെല്ലാം തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ടുവരുന്ന ഫാമിലികളാണ് കേട്ടോ ഇവിടെ വരുന്നവരിൽ കൂടുതലും.
സൗണ്ട് കേൾക്കുന്നതെന്ന് നോക്കിയുള്ള നിൽപ്പാണ് കേട്ടോ ഇത്. ഫ്ലൈറ്റാണോ വരുന്നത്, ട്രെയിനാണോ വരുന്നത് എന്നറിഞ്ഞാലാണല്ലോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലൈറ്റ് ആണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ കടന്നു പോകും. ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വീഡിയോ കണ്ട് ഇവിടെ വരുന്നവരാരും ഇതുപോലെ വേസ്റ്റ് ഇവിടെ ഒന്നും ഇടരുത് കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ വൈബ് നിങ്ങളെ കാണിക്കാനാണ് ഞാനിപ്പോൾ ഒന്നുകൂടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വഴി ഒന്ന് ശ്രദ്ധിച്ചോളൂ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ അത്താണിയിലേക്ക് പോയില്ലേ, അത്താണിയിലേക്ക് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് കാണാം. ഇടതുവശത്തായിട്ട് പെട്രോൾ പമ്പ് കാണാം. പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫ്ലൈ ഓവർ കാണാം. നമ്മൾ ആ ഫ്ലൈ ഓവർ എടുക്കാതെ ഇടതുവശത്ത് കൂടി താഴേക്കുള്ള റോഡുണ്ട്. ആ റോഡ് വഴി പോയി കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ ഇടത്തോട്ടേക്ക് തിരിയും. ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്താണ് എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ രാവിലെ കണ്ടതുപോലെയല്ല. ഇവിടെ മൊത്തം ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് കാഴ്ചകൾ കണ്ട് സംസാരിച്ച് നൈറ്റ് വൈബ് എൻജോയ് ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാം. രാത്രി ആയതിനാൽ ക്യാമറയിൽ അധികം കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരെ ബൈ.